ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു മിനി ഹാങ്ങിങ് ബോളിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്, കയറി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കെയറിങ് വീഡിയോ ആണ്. അപ്പോൾ പലർക്കും ഇത് പിടിച്ച് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ്ങും പിന്നെ ഇപ്പോൾ ഇത് നല്ലപോലെ ഓവർഗ്രോൺ ആയിട്ടുണ്ട്, ഇതിൻ്റെ ഷേപ്പൊക്കെ ആകെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂണിങ്, അതായത് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം, നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും കൂടെ ആക്കിയെടുക്കണം. അപ്പോൾ അതും പിന്നെ സൺലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാട്ടറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ്ലി ഇതുപോലത്തെ സ്പ്രേയറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നനച്ചുകൊണ്ടിരുന്നത്. വളരെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പ്രേയർ യൂസ് ചെയ്ത് നനക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതിനേലും നല്ല സിമ്പിളായിട്ട് നനക്കാവുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചട്ടികളിലോ വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഇതിലോട്ട് നേരെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിലൊന്ന് മുക്കി ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഒരു 10 സെക്കൻഡ് അതിൻ്റെ മുക്കി വെച്ചാൽ നമുക്ക് ആ പോട്ട് മിക്സ് ഒന്ന് ഫുള്ള് നനഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 സെക്കൻഡ് മുക്കിയതിന് ശേഷം നമുക്ക് പൊക്കിയ ഒരു എക്സസ് വാട്ടറൊക്കെ ഒന്ന് കുലുക്കി കളഞ്ഞിട്ട് നമുക്കിത് തിരിച്ച് ഹാങ് ചെയ്തിടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ദിവസേന 2 നേരമെങ്കിലും കുറഞ്ഞത് എന്തായാലും വെള്ളം നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടി കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 2 നേരം എന്തായാലും വെള്ളം നനക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മിനി ഹാങ്ങിങ് ബോളിൻ്റെ പ്രൂണിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബോൾ ഇവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ പ്ലാന്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില സ്ഥലങ്ങളിലോട്ട് പ്ലാന്റ്സ് നല്ലപോലെ ഓവർ ഗ്രോൺ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെയിൽ കൂടുതൽ കിട്ടുന്ന സ്ഥലത്തോട്ടായിരിക്കും ഇത് വളരുക. അപ്പോൾ ആ ഭാഗത്തുള്ള ഓവർ ഗ്രോൺ ആയിട്ടുള്ള പീസ്, ഈ ഒരു ലീഫിൻ്റെ പീസൊക്കെ വെട്ടി കളഞ്ഞിട്ട് നല്ലപോലെ തന്നെ ബോൾ ഷേപ്പിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാൽ ഈ ഒരു ഹാങ്ങിങ് ബോളിൻ്റെ ഒരു ബോളിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൂണിങ് മെത്തേഡ് എന്തായാലും ഒരു 3-4 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈമിൽ ഈ പ്ലാന്റ്സ് നല്ലപോലെ വളരും. അപ്പോൾ നിർബന്ധമായിട്ട് ഇതുപോലെയൊക്കെ ക്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാങ്ങിങ് ബോളിൻ്റെ ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ബോളിൻ്റെ വളർച്ച പെട്ടെന്ന് നമുക്ക് കൂട്ടാനായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NPK ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും 18-18 അല്ലെങ്കിൽ 19-19 അങ്ങനെയുള്ള കുറച്ച് NPK ഫെർട്ടിലൈസേഴ്സ് ഒരു 5-6 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഞാനൊരു 2 ആഴ്ചയിൽ ചിലപ്പോൾ 2 തവണയോ അല്ലെങ്കിൽ 1 തവണയോ ഒക്കെ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ്. പെട്ടെന്ന് നല്ലൊരു ഗ്രോത്ത് ആ ലീഫിനൊക്കെ കിട്ടും. നല്ലപോലെ തന്നെ തിക്കായിട്ട് വളരാനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റിന് മാത്രമല്ല, ഏതൊരു പ്ലാന്റിനും നല്ലതായിരിക്കും ഈ ഒരു NPK ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സൺലൈറ്റ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുമ്പോൾ റൂട്ടഡ് ആയിരിക്കില്ല പ്ലാന്റ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കരിഞ്ഞു പോകാനും വാടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇടരുത്. നല്ല ഷെയ്ഡുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ മാത്രം നമ്മളിത് ഫസ്റ്റ് ടൈം ഹാങ് ചെയ്തിടുക. ശേഷം നമ്മൾ ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേനും പ്ലാന്റ്സ് നല്ലപോലെ റൂട്ടഡ് ആവും. നമ്മൾ ആ ഒരു ബോളിൽ ശരിക്കും അത് പിടിച്ചിട്ടുണ്ടാവും പ്ലാന്റ്സ്. അതിനുശേഷം നമുക്കൊരു 50% ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു ബോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ പ്ലാന്റ്സ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യവും പിന്നെ ഡെയിലി നമ്മൾ 2 നേരം വെള്ളം നനക്കുക, അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ബോൾ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ഈ ഒരു പ്ലാന്റ് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി ചെയ്ത് തന്നേക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.